ഹലോ ഗൈസ്, വെൽക്കം ടു വരൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വാട്ട് ജെനിഫർ ഡിഡിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കാതിരുന്നത്. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ആ വീഡിയോയ്ക്കൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? ഓക്കെ. നമ്മൾ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനിഫറിനെ ഇൻ്റർവ്യൂ ചെയ്തതും അതുപോലെ തന്നെ ഇവർ വീട്ടിൽ തിരക്കി നോക്കുമ്പോൾ കുറേ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കാർ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനായിരുന്നു ആ വീട്ടിൽ അതിക്രമിച്ചതെങ്കിൽ എന്തുകൊണ്ട് അവരത് എടുത്തില്ല എന്നുള്ളതായിരുന്നു പാർട്ട് 1 ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയത്. പിന്നെ ഈ ഓഫീസർ ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇനി നിങ്ങൾക്കറിയാമോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജെനിഫർ പറയാണ്, ഇല്ല എനിക്കൊന്നും പറയാനില്ല, ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയാണ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കം ഏരിയയിൽ ഈ ഒരു ഇൻസിഡൻറ്റ് സ്പ്രെഡ് ആവാണ്. അതുപോലെ തന്നെ ന്യൂസ് ചാനലിലൊക്കെ ഇത് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം ഡിറ്റക്റ്റീവ്സ് ഈ ഒരു കേസിലേക്ക് എൻ്റർ ചെയ്യാണ്. ആൻഡ് അവരുടെ മനസ്സിൽ ഇതുപോലെ തന്നെ കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ടായിരുന്നു പാൻ ഫാമിലി ടാർഗറ്റഡ് ആവാനുള്ള കാരണം, അതുപോലെ തന്നെ നല്ല ഫാമിലി ആയിരുന്നു, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഈ പോലീസ് ഒരു റിപ്പോർട്ടർ ഇങ്ങനെ ന്യൂസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ റിപ്പോർട്ടർ പറയാണ്, പോലീസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ആ വീട്ടിൽ ഒന്ന് മുട്ടിയ ശേഷമാണ് ഈ 3 ആൾക്കാർ അതിക്രമിച്ച് കയറിയതെന്നുള്ളത്. അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ്സ് വന്നു, അവരുടെ മനസ്സിൽ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്, ഇതൊക്കെ അൺആൻസേർഡ് ആയിട്ട് കിടക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ റിപ്പോർട്ടിങ് അവിടെ കഴിയാണ്. ആൻഡ് ഈ ഡിറ്റക്റ്റീവ്സ് വരുമ്പോൾ അവർ തീരുമാനിക്കുകയാണ് ഈ മാർക്കം ഏരിയയുടെ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തൊന്ന് എക്സാമിൻ ചെയ്യാമെന്ന്. അപ്പോൾ അവരിങ്ങനെ നെയ്ബേഴ്സിനോടൊക്കെ ചോദിക്കുകയാണ്, അവർ നല്ല ഫാമിലി ആയിരുന്നോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഇല്ല അവർ വളരെ നല്ല ഫാമിലി ആയിരുന്നു, വളരെ ജെനുവിൻ ആയിട്ടുള്ള പീപ്പിളായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവർ വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാ നെയ്ബേഴ്സുമായിട്ട്, ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലീസിന് പ്രത്യേകിച്ച് വലിയ ഇൻഫർമേഷൻസ് ഒന്നും അവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവർ രാവിലെ തൊട്ട് രാത്രി വരെ ഈ ഇതിൻ്റെ പുറകെ, മാർക്കം എന്ന് പറയുന്ന ഒരു ഏരിയയുടെ പുറകെ തന്നെ നടക്കുവാണ്. ആൻഡ് രാത്രി ആകുമ്പോഴത്തേക്കും ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുവാണ്, ഡാനി വോങ് എന്ന് പറയുന്ന ഒരു ആൾക്ക് ഈ ജെനിഫർ പാനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവർ ഡാനി വോങ്ങിനെ പറ്റി കൂടുതൽ അന്വേഷിച്ച് കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവാണ് ഡാനി വോങ് എന്ന് പറയുന്നത് ഒരു ഡ്രഗ് ഡീലർ ആണെന്നുള്ളത്. അപ്പോൾ ഇയാളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഡിറ്റക്റ്റീവ്സും പോലീസും കൂടി തീരുമാനിക്കുകയാണ്. ആൻഡ് ഒരു ഡിറ്റക്റ്റീവാണ് ഡാനി വോങ്ങിൻ്റെ ഇൻ്റർവ്യൂവറായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എവിടെയായിരുന്നു, എന്താണെന്ന് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡാനി വോങ് പറയാണ്, ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ ഉറങ്ങുമായിരുന്നു എന്ന് പറയാണ്. ആൻഡ് അതിനുശേഷം ചോദിക്കുകയാണ്, നിങ്ങൾ മൺഡേ എപ്പോഴാണ് വീട്ടിലെത്തിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡാനി പറയാണ്, ഞാൻ ആ സമയത്ത് ആ ഒരു മൺഡേ ഞാൻ എത്തിയത് 9 മണിക്കും 10:30 ഇടയ്ക്ക് ആണ് ഞാൻ വീട്ടിലെത്തിയെന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും പോലീസിൻ്റെ കയ്യിൽ ഈ ഡ്രഗ് ഡീലിങ്ങിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞാൻ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും അതുപോലെ തന്നെ മയക്കുമരുന്ന് എക്സ്പോർട്ട് ചെയ്യുക, അതായത് മയക്കുമരുന്ന് കടത്തിയതിനും
പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കുകയാണ്, നീയും ജെനിഫറും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ ജെനിഫറുടെ എക്സ് ബോയ് ഫ്രണ്ടാണ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് +2 കാലഘട്ടത്തിൻ്റെ അവസാനമാകുമ്പോഴാണ് എന്നൊക്കെ പറയാണ്. അതുപോലെ തന്നെ ഞങ്ങളത് 2 വർഷം മുമ്പാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആയത്. അതുവരെ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ബ്രേക്കപ്പ് ആവാനുള്ള കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയാണ്, അവളുടെ പാരൻസ് വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നു. അവരവളെ കൊണ്ടെത്തിച്ചത് റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ വിളിക്കാനോ ഒന്നും സമയമില്ലാത്തൊരു ഹെക്റ്റിക്കായിട്ടുള്ള ഒരു സ്കെഡ്യൂളിലേക്കാണ് അവളെ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കുകയാണ്, വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരുന്നോ ഇവരിതിന് സമ്മതിക്കാണ്ടിരുന്നതിന്? വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞാൻ അന്നേരം വളരെ കുറച്ച് പൈസയാണ് ഉണ്ടാക്കിയെന്നുള്ളൂ. ഞാൻ ബോസ്റ്റൺ പിസ്സ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ പാരൻസ് അത് അത്ര പിസ്സ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് പൈസ ആയിരിക്കും ആദ്യമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവളുടെ പാരൻസ് അത് അപ്രൂവ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവർ അതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു എന്ന് പറയാണ്. അതുപോലെ തന്നെ ജെനിഫറിന് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പം ഞാനാണ് പറഞ്ഞത്, നിൻ്റെ പാരൻസ് എതിരെ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനത് ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, നമുക്കിത് നിർത്താം എന്ന് പറഞ്ഞിട്ട് അവർ 2008 ഒക്കെ ആയ ആ ഒരു ടൈമിൽ അവരത് നിർത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓഫീസർ ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, എനിക്കിപ്പോൾ ഒരാളുണ്ട്, ഞാനവളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ പറയാണ്, അവളുടെ പേരെന്താന്ന് എൻ്റെ അടുത്തൊന്ന് പറയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അവളുടെ പേര് ക്രിസ്റ്റീൻ എന്നാണ് ക്രിസ്റ്റീൻ എന്നാണ് അവളുടെ പേര് എന്ന് പറയാണ്. അപ്പോൾ ഓഫീസർ ചോദിക്കുകയാണ്, നീയും ജെനിഫറും ഇപ്പോഴും സംസാരിക്കാറില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അതെ, അവൾ എന്നെ ഇടയ്ക്ക് വിളിക്കും, ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കും, അവൾ ഓക്കെ അല്ലേ എന്ന് അറിയാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ജെനിഫറും ഫോൺ കോൾ വഴി പീഡനം അനുഭവിക്കുന്നുണ്ട്. അതായത് ഹരാസ് ചെയ്യുന്നുണ്ട്. ഒരു ടീം ഞങ്ങളെ ഫോൺ വിളിച്ച് ഹരാസ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഓഫീസർ ചോദിക്കുകയാണ്, നീയും ജെനിഫറും ആണോ ഉദ്ദേശിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാനും ജെനിഫറുമാണ് ഹരാസ്ഡ് ആവുന്നതെന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലാസ്റ്റ് വന്ന ഫോൺ കോൾ എപ്പോഴായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, ഒരു 2 ആഴ്ച മുന്നെയാണ് ലാസ്റ്റായിട്ട് അവർ ഞങ്ങളെ ഫോൺ വിളിച്ചത്. അതിനുശേഷം പിന്നെ ടെക്സ്റ്റ് മെസ്സേജസ് ആയിരുന്നു അയച്ചുകൊണ്ടിരുന്നതെന്ന് പറയാണ്. അപ്പോൾ ഓഫീസർ ചോദിക്കുകയാണ്, എന്തായിരുന്നു അവർ നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, അവർ വിളിക്കും, ഞാൻ ആൻസർ ചെയ്യും, പിന്നെ 10 സെക്കൻഡ് അവരൊന്നും പറയില്ല, ടോട്ടൽ സൈലൻസ് ആണ്. അതിനുശേഷം അവർ കട്ട് ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ഓഫീസർ ചോദിക്കുകയാണ്, ഈ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് അവരെന്താണ് അയക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയാണ്, ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് വന്നതെന്നാണ്. അതുപോലെ തന്നെ ഡാനി പറയാണ്, ജെനിഫർ ഇടയ്ക്ക് എൻ്റെ ഓഫീസിൽ വരാറുണ്ട്, എനിക്കുള്ള ലഞ്ചൊക്കെ ഉണ്ട്, എന്നിട്ട് ഞങ്ങൾ വർത്താനമൊക്കെ പറയുമ്പോൾ ഇവർ ചോദിക്കാറുണ്ടെന്ന്, ഇവളെന്താണ് ഇവിടെ ചെയ്യുന്നത്, ഞങ്ങൾ ഇവളോട് നിൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരാറുണ്ടെന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, പിന്നെ എപ്പോഴെങ്കിലും മെസ്സേജ് വന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയാണ്,
ഇടയ്ക്ക് അതായത് ബാങ് 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 എന്നും പറഞ്ഞുകൊണ്ട് ഒരു 100 പ്രാവശ്യം ഇവർ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്കൊന്നും അയക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അത് വളരെയധികം ഒരു നാണക്കേടുള്ളൊരു മെസ്സേജാണ്. ഞങ്ങൾക്ക് അത് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആണെന്നൊക്കെ പറയാണ്. അപ്പോൾ ഓഫീസർ അവസാനമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. നിൻ്റെ ഡ്രഗ് ഡീലിങ്ങിനോ അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പിൻ്റെയോ എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇതിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റിന് ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഇൻസിഡൻറ്റിന് നിൻ്റെ ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഡ്രഗ് ഡീലിങ്ങുമായിട്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നാംഗോ എന്ന് പറയുന്നത് ഈ പാൻസിൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അവർ പറയാണ്, ഞാനിതറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരുടെ വീട്ടിലിടയ്ക്ക് പോകാറുണ്ട്, അവരുടെ കൂടെ കറങ്ങാൻ പോകാറുണ്ട്, അതുപോലെ തന്നെ അവരുടെ കൂടെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞാൻ പോകാറുണ്ട്. അവർ വളരെയധികം നല്ല മനുഷ്യരായിരുന്നു, വളരെ ജെനുവിനായിട്ടുള്ള ആൾക്കാരായിരുന്നു, വളരെ ഒരു സിമ്പിൾ ഫാമിലി ആയിരുന്നു എന്നൊക്കെ പറയാണ് ഇവരുടെ ഫാമിലി ഫ്രണ്ട്. അപ്പോൾ പിന്നെ ഹാൻഡ് പാൻ ഇവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് 5 ദിവസം ഒരാഴ്ചയിൽ 5 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പകലും രാത്രിയും. ചില സമയത്ത് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങനെ ഓവർ ടൈം വർക്കിംഗ് ഉണ്ടായിരുന്നു, ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിനുശേഷം ആ ഒരു ഇത് കഴിയാണ്. അതിൽ തന്നെ ഡാനി ആയിട്ടുള്ള ഇൻ്റർവ്യൂ കഴിയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഈ ജെനിഫറിൻ്റെ ഒരു ഹൈസ്കൂൾ ഫ്രണ്ടിനെയാണ് ഇവർ പിന്നെ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ആൾ പറയാണ്, എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജെനിഫറിനെ കാണുന്നത് ആദ്യമായിട്ട്. അവൾ വളരെയധികം ടോക്കറ്റീവ് ആയിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാറുണ്ട്, ഒരുമിച്ച് സ്കൂൾ ട്രിപ്പ് പോകാറുണ്ട്, സ്കേറ്റിങ്ങിനൊക്കെ പോകാറുണ്ടെന്നൊക്കെ പറയാണ്. അതുപോലെ തന്നെ അവൾക്ക് എപ്പോഴും സംസാരിക്കാനുണ്ടായിരുന്നത് ഡാനിനെ പറ്റിയിട്ടാണ്. അവൾ അപ്പോഴും എപ്പോഴൊക്കെ ഡാനിനെ പറ്റിയിട്ടാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ അടുത്താണെങ്കിലും. അതുപോലെ തന്നെ പറയാണ്, ഇവരുടെ റിലേഷൻഷിപ്പ് നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡ്രാമകൾ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇവരുടെ പാരൻസ് ചീത്ത പറയൽ, അതുപോലെ തന്നെ അപ്രൂവ് ചെയ്യാണ്ടിരിക്കൽ, അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമായിരുന്നു എന്ന് തന്നെയാണ് അവനും പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവൻ പറയാണ്, എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഡാനി ആയിരുന്നു ജെനിഫറിൻ്റെ ഏറ്റവും നല്ല ബോയ് ഫ്രണ്ട് എന്നുള്ളത്, എനിക്ക് ഒരിക്കലും പേഴ്സണലി തോന്നിയിട്ടില്ല എന്ന് പറയാണ്. അതിനുശേഷം ഈ പോലീസ് എക്സാമിൻ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ഇവർ കണ്ടുപിടിക്കുകയാണ് മാർക്കം എന്ന് പറയുന്നത് കാനഡയിൽ തന്നെ ഏറ്റവും സേഫസ്റ്റും അതുപോലെ തന്നെ ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള ഒരു പ്ലേസാണ് മാർക്കം എന്നുള്ളത് ഈ പോലീസുകാരും ഡിറ്റക്റ്റീവ്സും ഒക്കെ കണ്ടുപിടിക്കുകയാണ്. ആൻഡ് ഓൾസോ CCTV ക്യാമറ ഇത്രയും സേഫസ്റ്റ് പ്ലേസ് ആയിട്ടും അതുപോലെ തന്നെ ക്രൈം റേറ്റ് കുറവുള്ള പ്ലേസ് ആയിട്ടും അവിടുത്തെ റെസിഡൻസ് വളരെയധികം ബ്രില്യൻ്റ് ആണെന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ്. അവരവിടെ CCTV ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ CCTV ക്യാമറ നവംബർ 8 ഫുട്ടേജ് എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവാണ് 3 ആൾക്കാർ ഈ പാൻസിൻ്റെ വീട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് ആ CCTV ക്യാമറയിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ട് 2. പാർട്ട് 3ക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് 3 എന്തായാലും നാളെ വരും. അതുപോലെ തന്നെ പാർട്ട് 1 ഞാൻ അടിയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.